എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ, നമസ്കാരം. നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ 46ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദവമായി, ഊഷ്മളമായി, സസന്തോഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കിനി പഠിക്കാനുള്ളത് ഏറ്റവും അവസാനത്തെയും 4ാമത്തെയും ടൈപ്പ് വാചകങ്ങൾ എങ്ങനെ എഴുതണമെന്നാണ്. അപ്പോൾ അത് പഠിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് എന്തായാലും തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. കാരണം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു സംശയം ഒരു കുട്ടി ഉന്നയിച്ചു. അത് ഉഗ്രൻ സംശയമാണ്. പല വിദ്യാർത്ഥികൾക്കും അങ്ങനെ ഒരു സംശയം അവരുടെ മനസ്സിൽ ഉടലെടുക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് വിശദീകരിച്ചതിന് ശേഷം നമുക്ക് 4ാമത്തെ ടൈപ്പ് വാചകങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, എന്താണ് ആ കുട്ടിയുടെ സംശയം എന്ന് നിങ്ങളുടെ മനസ്സിൽ അറിയാനൊരു ഉദ്യോഗം ഉണ്ടായിരിക്കും. ഞാനത് വാചകം ബോർഡിൽ എഴുതാം, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഈ ബോർഡിൽ എഴുതിയിട്ടുള്ള വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അമ്മൂമ്മ കുട്ടികളോട് ഒരു കഥ പറഞ്ഞു അല്ലേ? ഇത് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്ന് നിങ്ങൾക്ക് ചോദിച്ചാൽ പറയാൻ കിട്ടില്ലേ? ഈ ടൈപ്പ് വാചകം കണ്ട വശം ഉറക്കത്തിന് ഏറ്റാൽ നിങ്ങൾ പറയണം ഏത് ടൈപ്പാണെന്നുള്ളത്. ഏത് ടൈപ്പാണ്? 3ാമത്തെ ടൈപ്പ് വാചകമാണത് അല്ലേ? എന്താ കാരണം? സബ്ജക്റ്റ് അമ്മൂമ്മ, വെർബ് പറഞ്ഞു, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് കുട്ടികളോട്, ഡയറക്റ്റായിട്ട് ഒബ്ജക്റ്റ് ഒരു കഥ. ആ 3ാമത്തെ ടൈപ്പ് സെൻറ്റൻസ് നിങ്ങൾക്ക് എഴുതാനറിയാം. അമ്മൂമ്മ ഗ്രാൻഡ് മദർ പറഞ്ഞു, ഇപ്പം 2ാമത് പറയണം സെഡ്, എന്താണ് ടോൾഡ്. പിന്നെ എന്താ ആരോടെ പറഞ്ഞു? കുട്ടികളോട്. അപ്പൊ കുട്ടികളോടൊന്ന് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആകുമ്പോൾ എന്ത് വേണം? ഒരു പ്രപ്പോഷൻ ചേർക്കാണ്ട് അത് പ്രയോഗിച്ചാൽ മതി. കുട്ടികളോട് ദി ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ മതി. ആ ഓട് എന്നുള്ളത് വേണ്ട ഇംഗ്ലീഷിൽ. ഈ വെർബ് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് കൈവരിക്കുക? അതിന് ഓട് എന്നുള്ള അർത്ഥം കൂടി കൈവരിക്കും എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മൂമ്മ ടോൾഡ് ദി ചിൽഡ്രൻ എന്ത്? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആ സ്റ്റോറി. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? എന്നാൽ നമ്മുടെ പഠിതാവിൻ്റെ സംശയം ഈ മറ്റൊന്നായിരുന്നു. അത് ഞാൻ പറയാം. ഇത് കുട്ടികളോട് എന്നുള്ളത് ഇംഗ്ലീഷിലേക്ക് എത്ര തരത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്ന് നിങ്ങൾക്കറിയൂ? 2 തരത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതെങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം, ദി ചിൽഡ്രൻ. കാരണം അമ്മൂമ്മ അവരുടെ ഏതെങ്കിലും നിർദ്ദിഷ്ട കുട്ടികളോടായിരിക്കും സംസാരിക്കുക. അതുകൊണ്ടാണ് ദാ വെച്ചിട്ട്, വേറെ ഒന്നുമില്ലേ. അപ്പോൾ ദി ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നാണ് മലയാളത്തിലെങ്കിലും ഇത് ഓബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ കുട്ടികളോടുന്ന അർത്ഥത്തിൽ. അപ്പോൾ അത് നൗൺ ഫ്രേസാണ്, NP ആയിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഒരു NP ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ധൈര്യം മതി. അപ്പോൾ അമ്മൂമ്മ എന്നുള്ളതിന് ഗ്രാൻഡ് മദർ ടോൾഡ് ദ ചിൽഡ്രൻ. ഇതിൻ്റെ എന്താ ഇംഗ്ലീഷ്? എ സ്റ്റോറി. ഇതിൻ്റെ എ സ്റ്റോറി എന്നുള്ളതാണിത് അല്ലേ? ഇതിൻ്റെ ടോൾഡ്, ഇത് ദി ഗ്രാൻഡ് മദർ അല്ലേ? അപ്പോ ശരിക്കും ഇത് പറയുമ്പോ ദ ഗ്രാൻഡ് മദർ ടോൾഡ് ദ ചിൽഡ്രൻ എ സ്റ്റോറി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുക ദ ചിൽഡ്രൻ എന്നുള്ളതാണ്. ഈ കുട്ടികളോട് എന്നുള്ളതിന് ഇങ്ങനെയും ഉപയോഗിക്കാം, ടു ദി ചിൽഡ്രൻ. ടു ദി ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് കുട്ടികളോട് തന്നെ അർത്ഥം. കാരണം ടു എന്നതിൻ്റെ അർത്ഥത്തിൽ ഒന്ന് ഓട് എന്നുള്ളതാണ്. കേന്, വര, ഓട്, വാൻ, അങ്ങനെ കുറെ അർത്ഥമുണ്ട് ഇതിന്. ടൂവിന്
അതിൽ ഒരർത്ഥം ടു ദ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ കുട്ടികളോട് എന്നുള്ളത്, ഇതും കുട്ടികളോട് എന്നുള്ളത്. ഇത് ഓബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് ഇത് വെച്ചില്ലെങ്കിലും കുട്ടികളോടെന്ന് അർത്ഥം എടുക്കണം. അപ്പൊ ഇതും ശരിയാ ഇതും ശരിയാ. അപ്പോ ഇങ്ങനെ എഴുതിക്കൂടെ എന്നാണ് ചോദ്യം. ഇത് ഉപയോഗിച്ചൂടെ? ഉപയോഗിക്കാം, തെറ്റില്ല. ആ സംശയം ശരിയാണ്. ടു ദ ചിൽഡ്രൻ എന്ന് ഉപയോഗിക്കാം. ഇതിന് അപ്പൊ ഇത് നൗൺ ഫ്രേസ് ആണ്. പക്ഷെ ഇതെന്താണ്? ഇതുവരെ ക്ലാസ്സുകൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ പറയുന്നത് എന്താണെന്ന്? അഡ്വർബാണ് എന്ന് പറയും. കുട്ടികളോട് എന്ന് മാത്രം പറയുകയാണെങ്കിൽ എന്താണ്? കുട്ടികളോട് എന്നൊരു തർജ്ജമയ്ക്കായി ടു ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്? അത് അഡ്വർബാന്ന് പറയും. കുട്ടികളോടുള്ള അർത്ഥത്തിലും ഇതിനെ ഉപയോഗിക്കാം. അപ്പൊ അത് അഡ്ജക്റ്റീവും. ഇവിടെ ഇത് കുട്ടികളോടൊന്നിന്റെ തർജ്ജമയായിട്ട് ടു ചേർത്താൽ, ഈ നൗൺ ഫ്രേസിനോട് ടു ചേർത്താൽ എന്തായിട്ടാണ് പറയുന്നത്? അഡ്വർബ്. അഡ്വർബ് ആവുമ്പോ എന്താ പ്രത്യേകത? നമുക്കറിയാം, ഇത് സബ്ജക്റ്റ്, ഇത് വെർബ്, ഇത് അഡ്വർബ്, ഇത് ഓബ്ജക്റ്റ്. അപ്പൊ അതായത് ആ വാചകം എന്തായാലും ഒരു സബ്ജക്റ്റ്, വെർബ്, ഒരു ഓബ്ജക്റ്റ്, ഒരു അഡ്വർബ് ഉള്ള വാചകമായി മാറും അല്ലേ? രണ്ട് ഓബ്ജക്റ്റ് അപ്പോൾ ഉണ്ടാവും. ഇത് അഡ്വർബ് ആയതുകൊണ്ട് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അഡ്വർബ് ആയതുകൊണ്ട് ഇതിലെന്താണ്ടാവുക? ഒരു സബ്ജക്റ്റ്, ഒരു വെർബ്, ഇത് മാത്രം ഓബ്ജക്റ്റ്, ഡയറക്റ്റ് ഓബ്ജക്റ്റ് മാത്രം. ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്തായി മാറും? ഇംഗ്ലീഷിലേക്ക് ടു ചേർത്ത് വരുമ്പോൾ അത് അഡ്വർബ് ആയിട്ട് മാറും. അപ്പൊ എന്തായിരിക്കും? സബ്ജക്റ്റും വെർബും ഓബ്ജക്റ്റ് അഡ്വർബുള്ള സെന്റൻസ് 3 ടൈപ്പ് ആയിട്ട് മാറും അല്ലേ? 3 ടൈപ്പ് അല്ല, 3 ടൈപ്പ് എന്നല്ല 2 ടൈപ്പിലേക്ക് മാറും. അങ്ങനെ വരുമ്പോ എന്തുണ്ടാവും? ഇതിന്റെ സ്ഥാനം എവിടെയായിട്ട് വരിക? ഓബ്ജക്റ്റിന് ശേഷം, ഏറ്റവും അവസാനം ഓബ്ജക്റ്റിന് ശേഷമാണ്. അപ്പൊ അഡ്വർബ് ഏതിന്റെ ശേഷം പറയാ? ഒബ്ജക്റ്റും കഴിഞ്ഞിട്ടാണ് അഡ്വർബ് പ്രയോഗിക്കാൻ പാടുള്ളൂ അല്ലെ? നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് വാചകത്തിൽ എങ്ങനെയാണ്? സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് അഡ്വർബ് സ്ഥാനം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞതാണ്. അപ്പൊ എന്തായിരിക്കും വാചകം പറയുക? എങ്ങനെയായിരിക്കും? ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് അഡ്വർബ് ആവും. അഡ്വർബ് ആയതുകൊണ്ട് ഏറ്റവും ഒടുവിലാണ് പറയേണ്ടത്. അപ്പൊ എങ്ങനെ പറയേണ്ടി വരും? അമ്മൂമ്മ പറഞ്ഞു. പിന്നെ എന്ത് പറയണം? ഓബ്ജക്റ്റ് പറയണം. ഏത് ഓബ്ജക്റ്റ്? അപ്പൊ ഇത് സ്റ്റോറി എന്നുള്ളത്. അപ്പൊ ഗ്രാൻഡ് മദർ ടോൾഡ് എ സ്റ്റോറി. ലാസ്റ്റ് എന്ത് പറയാൻ പാടുള്ളൂ? ഇത് പറയാൻ പാടുള്ളൂ. അപ്പോ ഇതേ അമ്മ, ഗ്രാൻഡ് മദർ ടോൾഡ് എ സ്റ്റോറി അല്ല, ഗ്രാൻഡ് മദർ ടോൾഡ് ചിൽഡ്രൻ എ സ്റ്റോറി എന്ന് നമ്മൾ തേർഡ് ടൈപ്പ് സെന്റൻസ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിട്ട് പറയണം? ഗ്രാൻഡ് മദർ ടോൾഡ് എ സ്റ്റോറി ടു ദ ചിൽഡ്രൻ എന്ന് പറയണം. അപ്പൊ ഇതിനെന്താ മനസ്സിലാക്കിയത്? ഈ വാചകം ഇംഗ്ലീഷിലാക്കുമ്പോൾ 2 തരത്തിൽ പറയാം. ഒന്ന് നമ്മൾ പഠിച്ച തേർഡ് ടൈപ്പ്, സബ്ജക്റ്റ്, വെർബ്, ഡയറക്റ്റ് ഓബ്ജക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്, ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന നിലയിൽ പറയണം. അപ്പൊ എങ്ങനെ പറയാം? ദ ഗ്രാൻഡ് മദർ ടോൾഡ് ദ ചിൽഡ്രൻ എ സ്റ്റോറി. അപ്പൊ തേർഡ് ടൈപ്പ്. പിന്നെ എങ്ങനെ പറയാൻ വേണമെങ്കിൽ ഗ്രാൻഡ് മദർ ടോൾഡ് എ സ്റ്റോറി. അപ്പൊ ഇത് പറയണം ടു ദ ചിൽഡ്രൻ. അത് രണ്ടും ഞാൻ വേറെ എഴുതി കാണിക്കാം. ബോർഡിൽ നോക്കി അത് ശരിക്കും മനസ്സിലാക്കുക. അപ്പൊ തർജ്ജമ എങ്ങനെയാണ് വരിക? ദ ഗ്രാൻഡ് മദർ ടോൾഡ് ദ ചിൽഡ്രൻ എ സ്റ്റോറി എന്ന് ടൈപ്പ് 3, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, പിന്നെ രണ്ടാമത്തെ ഓബ്ജക്റ്റ്, അതായത് ഡയറക്റ്റ് ഓബ്ജക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്, ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഇതിൽ നോക്കുകയാണെങ്കിൽ ദ ഗ്രാൻഡ് മദർ ടോൾഡ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്, പിന്നെ ടു ചേർക്കുമ്പോൾ അഡ്വർബ് ആയതുകൊണ്ട് ലാസ്റ്റിൽ. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. എന്താണ് ഇത്? ഈ ടൈപ്പ് വാചകത്തെ 2 തരത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. മൂന്നാമത്തെ ടൈപ്പായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ടൈപ്പായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. മൂന്നാമത്തെ ടൈപ്പിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, അയ്യോ ആക്കിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
NP നൗൺ ഫ്രേസ് ആയിട്ട് വിഭക്തികളും ചേർക്കാണ്ട് ഉപയോഗിക്കുക. ഇനി അത് ഡയറക്റ്റ് ഒബ്ജക്റ്റിന് മുമ്പിൽ ടു ചേർത്ത് പ്രയോഗിക്കുകയാണെങ്കിൽ അത് അഡ്വർബായി തീരുന്നത് ബാക്കിലേക്ക് വരും. മദർ ടോൾഡ് എ സ്റ്റോറി ടു ദ ചിൽഡ്രൻ എന്ന് ആയിത്തീരും. മനസ്സിലായി? അപ്പോൾ അത് ഡയറക്റ്റ് വെർബ് കഴിഞ്ഞ വശം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വയ്ക്കുകയാണെങ്കിൽ ടു ചേർക്കണ്ട. ആ ഡയറക്റ്റ് ഒബ്ജക്റ്റിന് ശേഷമാണ് വെക്കുന്നതെങ്കിൽ ടു ചേർത്ത് വെച്ചാൽ മതി. ഇങ്ങനെ ഓർത്തിരുന്നാലും മതി. അപ്പോൾ രണ്ട് തരത്തിൽ ഈ വാചകത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നമുക്ക് എന്താണ് ഫോർത്ത് ടൈപ്പ് സെൻറ്റൻസ് എന്ന് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ടൈപ്പ് വാചകങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മൾ ഇതുവരെ 3 ടൈപ്പ് വാചകങ്ങളെ കുറിച്ച് പഠിച്ചു. അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായൊരു ടൈപ്പ് വാചകങ്ങളാണ് ഈ നാലാമത്തെ ടൈപ്പിൽപ്പെട്ടവ. ഒരു വ്യത്യസ്തമായ ഒരു ഘടനയാണ് അവർക്കുള്ളത്. അപ്പോൾ നമ്മൾ മുൻ വാചകങ്ങൾ വിശകലനം ചെയ്ത് പഠിച്ച പോലെ പഠിച്ചാൽ പോരാ ഈ വാചകങ്ങളുടെ കാര്യത്തിൽ. അതിന് നമ്മൾ വേറെ രീതിയാണ് സാധാരണ ഉപയോഗിക്കുക. അതായത് നമ്മൾ ആഖ്യാനമൊക്കെ കേട്ടിട്ടില്ലേ, ആ ഒരു രീതി. എന്താണ് ആഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം, ആഖ്യാതം എന്ന് പറഞ്ഞാൽ എന്താ? വിശദീകരണം. അപ്പോൾ വിഷയം വിശദീകരണം എന്ന ഒരു രീതിയിലാണ് ഈ വാചകത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാരണം ഈ ടൈപ്പിൽപ്പെട്ട വാചകങ്ങൾ വിശദീകരിക്കാനാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴാണ് വിശദീകരിക്കേണ്ടി വരിക? നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ആൾക്കാർ വിശദീകരിക്കുക എപ്പോഴാണ് പറയുക? നിങ്ങളുടെ അടുത്ത് നിങ്ങളോട് ചോദിക്കുന്ന ആൾക്കത് മനസ്സിലായില്ലെങ്കിൽ വിശദീകരിക്കാൻ വരും അല്ലേ? അപ്പോഴാണ് നിങ്ങൾ വിശദീകരിച്ച് കൊടുക്കുക. അപ്പോൾ അതിന് ഏത് ക്രിയ നിങ്ങൾ ഉപയോഗിക്കുക സാധാരണയായിട്ട്? അപ്പോൾ അതിന് പ്രത്യേക ക്രിയയാണ് ഉപയോഗിക്കുക നമ്മൾ. ഇതിൽ എല്ലാ വാചകങ്ങളിലും ഒരേ ക്രിയയുടെ വിവിധ രൂപങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒറ്റ ക്രിയാധാതുവിൻ്റെ വിവിധ രൂപങ്ങളാണ് ഉപയോഗിക്കുക. അപ്പോൾ ഒരൊറ്റ ക്രിയ പഠിച്ചാൽ മതി, ഇതിലെ വാചകങ്ങളൊക്കെ എഴുതാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അതിൻ്റെ പഠനം കുറച്ചും കൂടി എളുപ്പമുള്ളതാക്കുന്നു. അത് നമുക്ക് അല്പം സൗകര്യമായി. അപ്പോൾ ഇതിനൊരു പേരും പറയും. അതുകൊണ്ട് ആ ക്രിയയ്ക്ക് വിശദീകരണ ക്രിയ. മറ്റൊരു പേരും ഇതിനുണ്ട്, ലിങ്കിങ് വെർബ് എന്ന് പറയും. എന്തായാലും അത് എന്തുകൊണ്ട് വന്നു എന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴാണ് വിശദീകരിക്കാൻ വരാന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് വരില്ലേ അല്ലേ? നല്ലൊരു സംശയം ചോദിക്കട്ടെ, എപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുക? ഒരു കാര്യം കണ്ടാലാണോ കേട്ടാലാണോ? ഉടനെ നിങ്ങൾ സംശയലേശന് പറയും എന്താണ് കണ്ടാലാണെന്ന് പറയും. കാരണം അങ്ങനെ ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട് ഇല്ലേ? കാണാൻ പോകണ പൂരം കൊറ്ററിയണോ എന്ന് ചോദിക്കില്ല. എന്താ കാരണം? നമ്മളൊരു കാര്യം കാണാൻ പോവുകയാണെങ്കിൽ പിന്നെ അത് പറഞ്ഞതിൻ്റെ കാര്യം അത്രയും ക്ലിയർ ആവുന്ന അർത്ഥം. എപ്പോഴും അങ്ങനെയാണോ? നമ്മൾ ശ്രീനാരായണൻ്റെ ഒരു കഥ കേട്ടിട്ടില്ലേ? ഒരിക്കൽ ശ്രീനാരായണൻ ഒരു ട്രെയിനിൽ സഞ്ചരിക്കുകയായിരുന്നു. അപ്പം അതേ കമ്പാർട്ട്മെൻറ്റിൽ മൈസൂർ രാജാവാണ് എന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വാമിയുടെ തേജസ് കണ്ടപ്പോൾ രാജാവിനെ ആളുടെ ജാതി എന്ന് പറയാനായിട്ട് താല്പര്യം തോന്നി. അങ്ങനെ ശ്രീനാരായണനോട് ഈ രാജാവ് ചോദിച്ചു, അങ്ങയുടെ ജാതി എന്താ? അപ്പോൾ ഗുരു പറഞ്ഞ മറുപടി വളരെ പ്രസിദ്ധമാണ്. കണ്ടിട്ട് മനസ്സിലായില്ലേ? കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവത്തില്ല, ഇങ്ങനെയാണ് കേട്ടറിയുക എന്ന് ചോദിച്ചു. അപ്പം അത് വലിയൊരു അല്പം കീർത്തി കേട്ടൊരു വാചകമാണ് അത്. നമുക്ക് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ കണ്ടിട്ട് മനസ്സിലാവത്തില്ല കേട്ടിട്ട് മനസ്സിലാവുക എന്ന് പറഞ്ഞത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ജാതി നമുക്കൊരാളെ കണ്ടാൽ മനസ്സിലാവുന്നില്ല, അതന്നെ അർത്ഥം. അത് നമ്മൾ പറഞ്ഞാൽ തന്നെയല്ല, കേട്ടാൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ വിശദീകരിച്ച് കൊടുക്കണം അല്ലേ? എപ്പോഴും ഒരു കാര്യം കണ്ടാൽ പോലും മനസ്സിലായെന്ന് വരുന്നില്ല, അത് കേട്ടാൽ വിശദീകരിക്കുമ്പോൾ മാത്രമേ
അതായത് കേൾക്കും മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആൾ വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡൈവായിട്ട് ഞാനൊരു എക്സാമ്പിളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ നോക്കിയേ, വല്ലതും കാണണ്ട? എന്താ കാണാനുള്ളത്? എന്തൊരു പ്ലാസ്റ്റിക്, ഒരു ബോൾ പോലത്തെ ഒരു സാധനം കാണുന്നുണ്ട്. ഇത് പ്ലാസ്റ്റിക് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും നട്ട്സ് ആവാം, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് പറയാൻ പറ്റും. അപ്പോൾ കയ്യിലെ സാധനം നിങ്ങൾക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ലേ? അപ്പോൾ സ്വാഭാവികം എന്താ ചെയ്യുക? നിങ്ങൾ എന്നോട് ചോദിക്കുക ഇത് എന്താണെന്ന് ചോദിക്കുക, അല്ലേ? അപ്പോൾ ഞാനത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനെ ഞാൻ എന്തെന്നാണ് വിശദീകരിക്കുക? എനിക്കറിയുള്ളത് എന്താണെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു, നിങ്ങൾ മനസ്സിലാവുന്നില്ല, അല്ലേ? അപ്പോൾ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്, ഈ സാധനം ഒരു കുരുവാണ് അല്ലെങ്കിൽ ഒരു വിത്താണ് എന്ന് പറയാൻ. ഇത് വിത്താണ് എന്ന് പറയാം. ഈ സാധനം വിത്താണ് എന്ന് പറയാം. ഒന്നുകൂടി ഭംഗിയിൽ പറഞ്ഞിട്ട് ഈ സാധനം ഒരു വിത്താണ് എന്ന് പറയാം. അങ്ങനെയാണ് വിശദീകരിക്കുക. ആണ് അല്ലെങ്കിൽ വിത്താകുന്നു എന്ന് വിശദീകരിക്കുക. അതാണ് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ. ഈ സാധനത്തെ ഈ കയ്യിലിരിക്കുന്ന സാധാരണ വിഷയം, ഇതാണ് വിഷയം. ഇപ്പോൾ നമ്മുടെ അറിയാത്തത് ഈ കാര്യമാണ്. എന്താ വെച്ചാൽ ഈ സാധനം. അപ്പോൾ ഈ സാധനമാണ് വിഷയം. അപ്പോൾ ഈ സാധനത്തെ നമ്മൾ വിശദീകരിക്കേണ്ടത് എന്താണ് ചോദിക്കും? നമ്മൾ പറയും ഈ സാധനം വിത്താണ്, അല്ലെങ്കിൽ ഈ സാധനം ഒന്നൊരു വൃത്തിയിൽ പറയുകയാണെങ്കിൽ ഈ സാധനം ഒരു വിത്താണ്. അപ്പോൾ കുറച്ചും കൂടി വ്യക്തമായി. ഇതെന്തിൻ്റെ വിത്താണെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി വ്യക്തമായി. ഇത് അവക്കാഡോവിൻ്റെ ഒരു വിത്താണ്. ഇത് എങ്ങനെ? ഈ സാധനം അവക്കാഡോവിൻ്റെ ഒരു വിത്താണ്. അപ്പോൾ ഒന്നും കൂടി വിശദമാണ്. അപ്പോൾ ഇത് വിശദീകരിക്കുക. കണ്ടോ? വിശദീകരിക്കുന്ന ഒരു വാചകം നിങ്ങൾ കണ്ട്, ഈ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ആ ക്രിയയാണ് വിശദീകരണ ക്രിയ എന്ന് പറയാം. കാരണം ആ ക്രിയ ഇല്ലെങ്കിൽ വിശദീകരണത്തിന് ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ക്രിയയാണ് വിശദീകരണ ക്രിയ. നമുക്ക് നോക്കാം, വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ഇനി ഞാൻ ഓരോ സാധനം എടുത്ത് കാണിക്കാം. നിങ്ങൾ എന്താന്ന് പറയണം. ഇതെന്താ? നിങ്ങൾ പറയും സ്കെച്ച് പെൻ, ഇല്ലേ? ഇത് സ്കെച്ച് പെൻ. ഇനി ഞാൻ ഇതെന്താ? നിങ്ങൾക്കറിയാം, ഒരു JCB ആണ്. ടോയ് JCB, അല്ലേ? ചെറിയ JCB എന്ന് പറഞ്ഞാലും മതി. ഇതൊരു JCB ആണ്, അല്ലേ? ഇപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് പറയാം ഇതിൻ്റെ റിമോട്ട് കൺട്രോളറാണ്, അല്ലേ? അത് റിമോട്ട് എന്ന് പറഞ്ഞാൽ മതി. ഇത് റിമോട്ടാണ്, അല്ലേ? അപ്പോൾ നമുക്ക് 2-3 സാധനങ്ങൾ കണ്ടു. ഞാനത് ബോർഡിൽ എഴുതാം. അപ്പോൾ ഒന്നുകൂടി പറയാം. ഇത് എന്താ? ഒരു സ്കെച്ച് പെൻ, അതിനെ ചുരുക്കിയിട്ട് പെൻ. അപ്പോൾ ഫസ്റ്റിൽ ഇത് എന്താ? പേന. രണ്ടാമത് കണ്ടത് നമ്മൾ ഇതാണ്. എന്താണത്? JCB അല്ലെങ്കിൽ ബുൾഡോസർ എന്ന് പറയും, അല്ലേ? അപ്പോൾ ഇത് എന്താ? ബുൾഡോസർ. അപ്പോൾ രണ്ടാമത് ബുൾഡോസർ. മൂന്നാമത് നമ്മൾ കണ്ടത് എന്താ? ഇത്. അപ്പോൾ ഇതെന്താ? ഇത് റിമോട്ട്. അപ്പോൾ 3 സാധനം കണ്ടാണ്. ആദ്യം കണ്ടത് ഇതെന്തായിരുന്നു? ഇത് പേന, അല്ലെങ്കിൽ അത് എന്ന് പറയാം. അത് നമുക്ക് വേണമെങ്കിൽ അത് എന്ന് എഴുതാം. അതായിരിക്കും നല്ലത്. അപ്പൊ ആദ്യം കണ്ടത് അതെന്താ ഇരുന്നു? അത് പേന. പിന്നെ അതെന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ബുൾഡോസർ. മൂന്നാമത് നിങ്ങൾ കണ്ടു എന്താ? റിമോട്ട്. അപ്പൊ അതെന്താന്ന് ചോദിച്ചാൽ എന്താ പറയുക നിങ്ങൾ? റിമോട്ട്. അപ്പൊ ആദ്യം കണ്ടത് എന്താ വെച്ചാൽ അത് നിങ്ങൾ എന്താ പറയുക? അത് പേന എന്ന് മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തൃപ്തി വരോ? കേൾക്കുന്നവർക്ക് തൃപ്തി ഉണ്ടാവോ? ഇല്ല. നിങ്ങൾ ശരിക്കും എങ്ങനെ പറയണം? അതൊരു പേനയാണ് പറയണം, അല്ലേ? നമ്മൾ രണ്ടാമതൊരു സാധനം കാണിച്ചിരുന്നു. അത് ബുൾഡോസറായിരുന്നു. അത് ബുൾഡോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാചകമായി തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? ഇല്ലേ, അല്ലേ? അത് ബുൾഡോസർ. അത് ബുൾഡോസർ ആണെന്ന് അല്ലോ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അത് ബുൾഡോസർ അല്ല.
വേണമെങ്കിൽ പറഞ്ഞുകൂടെ? അങ്ങനെ പറഞ്ഞുകൂടെ? അപ്പൊ നമ്മൾ വിശദീകരണം പൂർണ്ണമാണെങ്കിൽ എന്ത് വേണം? കാരണം അത് പേന എന്ന് പറഞ്ഞാൽ ആണ് അല്ല എന്ന് പറഞ്ഞാൽ ഉറപ്പാവില്ല നമുക്ക്. അത് പേന ആകുന്നു അല്ലെങ്കിൽ ആകുന്നില്ല അല്ലെങ്കിൽ അല്ല എന്ന് പറയണം, അല്ലേ? അപ്പോഴാണ് നമുക്ക് എന്തുവരും തൃപ്തിയാവുന്നുള്ളൂ. അത് പേന ആണ് എന്നാണ് അല്ല എന്നാണ് പറഞ്ഞാൽ നമുക്ക് ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് വാചകം പൂർത്തിയാക്കണമെങ്കിൽ ആകുന്നു അല്ലെങ്കിൽ ആകുന്നില്ല അങ്ങനൊരു വാക്കുകൂടി വേണം, അല്ലേ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ ഒരു ബന്ധം വരണമെങ്കിൽ ഒരു വിശദീകരണത്തിനൊരു വാക്ക് വേണം, അല്ലേ? ആ ക്രിയ പൂർത്തിയാവാൻ, ആ പറയുന്ന കാര്യം പൂർത്തിയാവാനായിട്ട് അഥവാ വിശദീകരണം പൂർത്തിയാവാൻ ഒരു ക്രിയ വേണം. അതിന് ക്രിയ, ആ പൂർത്തിയാവുന്ന ഒരു പ്രക്രിയയല്ലേ, പൂർത്തിയാക്കുക എന്ന പ്രക്രിയയല്ലേ പറയുന്ന ആളുടെ. അതുകൊണ്ട് അതിനുപയോഗിക്കുന്ന ക്രിയ വിശദീകരണ ക്രിയ എന്ന് പറയും. ആ ഡിസ്ക്രൈബിങ് വെർബ്. അത് വേറെ തരത്തിലും പറയും, ലിങ്കിങ് വെർബ് എന്ന് പറയും. എന്താണ് ലിങ്കിങ് വെർബ്? രണ്ടിൽ ലിങ്ക് ചെയ്യുമ്പോഴല്ലേ അതിനൊരു അർത്ഥപൂർണത വരുന്നുള്ള ലിങ്കിങ് വെർബ് എന്നും പറയും. അതുകൊണ്ട് നമുക്ക് അതെന്താ നോക്കാം. അത് ഒരു പേന ആകുന്നു. നിങ്ങൾ പറയുമ്പോൾ എന്തെന്ന് പറയണത്? പേന ആകുന്നു എന്ന് പറയണം, അല്ലെങ്കിൽ ആണ് എന്നും പറയാം. പറയാം. അതുപോലെ ഇതെന്ത് രണ്ടാമത് കാണിച്ചെന്ന് പറയാം, അതൊരു ബുൾഡോസർ ആകുന്നു അല്ലെങ്കിൽ ആണ് എന്ന് പറയാം. അല്ലെങ്കിൽ മൂന്നാമത് കാണിച്ചത് നിങ്ങൾക്ക് എന്ത് പറയും? നിങ്ങൾ എന്ത് കാണിച്ചത് വരുമ്പോൾ എന്ത് പറയും നിങ്ങൾ? അത് റിമോട്ട് ആകുന്നു എന്ന് പറയും, അല്ലെങ്കിൽ ആണ് എന്ന് പറയും. അപ്പോൾ അതിന് ഈ ഭാഗത്തുള്ള സാധനത്തെ വിശദീകരിക്കുകയാണ് എന്തെന്ന്, ഈ ഭാഗം കൊണ്ട് എന്നെന്ന്. അത് പേന ആകുന്നു അല്ലെങ്കിൽ അത് ബുൾഡോസർ, അങ്ങനെയല്ല നിങ്ങൾ വിശദീകരിച്ച് പറയാ. എൻ്റെ കയ്യിൽ കണ്ട സാധനത്തെ വിശദീകരിക്കാൻ പറഞ്ഞെന്ന് പറയാ, അത് ബുൾഡോസർ ആകുന്നു അല്ലെങ്കിൽ അത് റിമോട്ട് ആകുന്നു, അങ്ങനെയല്ലേ വിശദീകരിക്കുക. അതുകൊണ്ട് ഈ വാക്കുകളെ പറയുന്ന പേരെന്താണെന്ന് മനസ്സിലായല്ലോ? വിശദീകരണ ക്രിയ എന്ന അർത്ഥത്തിൽ ഡിസ്ക്രൈബിങ് വെർബെന്നോ ഇവ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ക്രിയ എന്ന നിലയിൽ ലിങ്കിങ് വെർബെന്നോ പറയും. രണ്ട് തരത്തിലും പറഞ്ഞു കാണാനുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിലെ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഭാഗം ഇതാണ്. ഈ ഭാഗം എന്താണ്? അത് കണ്ട സാധനം അത് എന്താണെന്ന് നിങ്ങൾ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഇത് വിഷയവും ഇത് വിശദീകരണമാണ്. എന്താണെന്ന് വിശദീകരിക്കല്ലേ, പേനയാകുന്നു എന്ന് വിശദീകരിക്കല്ലേ. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്, എന്താ പറയുക? പ്രെഡിക്കേറ്റ്, ആഖ്യാതം. ഇത് ആഖ്യ അഥവാ സബ്ജക്റ്റ്, ഈ ഭാഗത്തെ ഇത്രയും ഭാഗത്തെ ആഖ്യാതം എന്നാണ്. അങ്ങനെയാണ് സാധാരണ പഠിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതിൽ എന്താക്കിയ ഭാഗങ്ങളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സബ്ജക്റ്റ് ആയിട്ട് അത് അല്ലെങ്കിൽ ആ സാധനം എന്ന് പറയാം. അപ്പോൾ ഒരു നൗൺ, ഇതൊരു നൗൺ അല്ലെങ്കിൽ നൗൺ ഫ്രേസ് ആയിരിക്കും. അത് എന്ന് പറയുമ്പോൾ ഒരു പ്രോണൗൺ. അപ്പോൾ നമുക്കറിയാം നൗണിന്റെ സ്ഥാനത്ത് പ്രോണൗൺ ഉപയോഗിക്കുക എന്നറിയാം. അല്ലെങ്കിൽ ആ സാധനം എന്ന് എഴുതാം, അല്ലെ? ആ സാധനം പേനയാകുന്നു അങ്ങനെയും പറയാം. അപ്പൊ ആ സാധനം എന്നുള്ളത് നൗൺ ഫ്രേസ്. അതുപോലെ ഇത് പറയാ, രണ്ടാമത് കാണിച്ചത് അത് ഒരു ബുൾഡോസർ ആകുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ആ സാധനം ബുൾഡോസർ ആകുന്നു എന്ന് പറയാം. അതേപോലെ ഇതും അങ്ങനെ തന്നെ, അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ല? അത് ഒരു റിമോട്ട് ആകുന്നു അല്ലെങ്കിൽ ആ സാധനം റിമോട്ട് ആകുന്നു എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റിൽ സബ്ജക്റ്റ് ആയിട്ട് വരെ എന്താണ്? ഒരു നൗൺ അല്ലെങ്കിൽ നൗൺ ഫ്രേസ് ആണ് വരിക. അതിനെ സബ്ജക്റ്റ് എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് വരിക, ഫോർത്ത് ടൈപ്പിൽ ആദ്യം വരിക ഒരു ഇത്. ഇനി ഇംഗ്ലീഷിലാക്കുമ്പോൾ ഇത് രണ്ടാമത് പറയേണ്ടത് ഈ വെർബാണ്. എന്താണ്? വെർബായിരിക്കണം. അപ്പോൾ വെർബ് പറയുമ്പോൾ അതിൻ്റെ ഏതാണ് ഇതിന് ആകുന്നു ആണ് എന്നുള്ള തുല്യമായിട്ടുള്ള വെർബ് നിങ്ങൾക്കറിയാം. ഈസ്. എന്താണ്? ഈസ് എന്നുള്ളതാണ്. അപ്പോൾ ഈസ് എന്നുള്ള ക്രിയ, അതാണ് ക്രിയയായിട്ട് വരിക. ഈസ് എന്ന് പറഞ്ഞാൽ എഴുതിനുണ്ടായത് ബിയുടെ വിവിധ ഫോമാണ് വെർബായിട്ട് വരിക. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ബി ആകുന്ന ബിയുടെ ഒരു രൂപമാണ് ആകുന്നു. പ്ലസ് ഇവിടെ എന്താ വന്നേ? പേന എന്നുള്ള എന്താ? നൗൺ. അതുപോലെ ഒരു പേന എന്ന് വരാം, അപ്പൊ അത് നൗൺ ഫ്രേസ് ആയി. അപ്പൊ ഇവിടെ നൗൺ വരാം, നൗൺ ഫ്രേസ് വരാം. NP. അപ്പോൾ ത്രീ ടൈപ്പില് അല്ല, 3 അല്ല 4. ടൈപ്പ് 4 എന്താണ് അതിൻ്റെ ഘടന വരിക? സബ്ജക്റ്റ്
ബിയുടെ ഏതെങ്കിലും രൂപം, അത് കഴിഞ്ഞാൽ അത് വിശദീകരിക്കുന്ന ഒരു നൗൺ. ഇതാണ് ഒരു അതിൽ തന്നെ ഒരു തരം. ഇതല്ലാതെ വേറെ ഞാൻ വരും. അങ്ങനെ നമുക്ക് ഈ ഭാഗം, അപ്പോൾ സബ്ജക്റ്റ് ബിയുടെ ബി വെർബ്, അപ്പോൾ വെർബ് ബി, സബ്ജക്റ്റ് വെർബ്, ഇത് NP, വിശദീകരണം. മനസ്സിലായോ? ഇങ്ങനെയാണ് ആ വാചകത്തിൻ്റെ ഒരു ഘടന. ഇവിടെ വേറെയും ചിലത് വരാം, അത് വിശദീകരിച്ചു തരാം. അപ്പോൾ പ്രധാനമായിട്ട് ഈ ടൈപ്പ് വാചകത്തിന് എന്താണ്? സബ്ജക്റ്റ് ഒരു NP, അത് കഴിഞ്ഞാൽ ബിയുടെ ഒരു ഫോം വെർബ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏത് വാക്യം എഴുതേണ്ടത്? വിശദീകരണമായിട്ട് എന്തുപയോഗിക്കാം? ഒരു നൗണ് തുല്യമായ ഒരു ഇതോ വിശദീകരിക്കാം. ഓക്കെ, അപ്പോൾ 1-2 വാക്യങ്ങൾ ഇതിൽ എഴുതി പരിചയപ്പെടാം. നമ്മൾ ഒരു നാമം എന്തെന്ന് വിശദീകരിക്കുന്ന ഒരു വാചകത്തിൻ്റെ സ്ട്രക്ചർ കണ്ടു. ഒരു നാമം എന്തെന്ന് വിശദീകരിക്കുന്ന ഒരു വാചക സ്ട്രക്ചറാണ് നമ്മൾ പഠിച്ചത്. അതെന്താണെന്ന് മനസ്സിലായി? ആദ്യം എന്താണ് അതിൽ വരിക? ഏത് നാമത്തെ കുറിച്ചാണോ പറയുന്നത് അതായിരിക്കും വിഷയം, അതുകൊണ്ട് അത് സബ്ജക്റ്റ് ആയിരിക്കും, അത് ആദ്യം വരും. പിന്നെ ആ വിശദീകരണം പൂർത്തിയാക്കും വേണ്ട ക്രിയ, വിശദീകരണത്തെ സൂചിപ്പിക്കുന്ന ക്രിയ, അത് ആകുക എന്നുള്ളതിൻ്റെ രൂപം എടുക്കുക. വർത്തമാനകാലമാണെങ്കിൽ ആകുന്നു, ഈ ഭൂതകാലമാണെങ്കിൽ ആയിരുന്നു, ഭാവികാലം ആയിരിക്കും. അത് സന്ദർഭം അനുസരിച്ച് ഏത് കാലം നോക്കി അത് എഴുതണം, അതായത് ബിയുടെ ഫോം എഴുതണം. അത് കഴിഞ്ഞിട്ട് എന്താണെന്നാണ് വിശദീകരിക്കുന്നത് ആ നാമം അല്ലെങ്കിൽ നാമത്തെ കുറിക്കുന്ന വിശദീകരണ ഭാഗം എഴുതുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾക്ക് എഴുതി നോക്കാം. ഒരെണ്ണം നോക്കുകയാണെങ്കിൽ താമര ഒരു പൂവാകുന്നു. താമര ഒരു പൂവാകുന്നു. ഇപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ പറയുന്നത് താമരയെ കുറിച്ച്, അതാണ് നമ്മുടെ വിഷയം. ആ വിഷയമായി വരുന്ന നാമം ഏതാണ്? താമര. നാമം നമുക്കറിയാം, അതാണ് വിഷയമായി വരുന്ന നാമം. അതുകൊണ്ട് ആദ്യം പറയാം, താമരയുടെ ഇംഗ്ലീഷ് ആദ്യം എഴുതുക. പിന്നെ എന്തായാലും വിശദീകരിക്കുമ്പോൾ അത് ഒരു ക്രിയ ഉപയോഗിക്കും, അത് ആകുന്നു. അത് പ്രസന്റ് ടെൻസ് ആകാൻ ഈസ് വയ്ക്കും. ഏകവചനമായി കാരണം എന്താ? ഏകവചനമാണ്. അതുപോലെ ഇപ്പോഴുള്ള കാലമാണ്, അതുകൊണ്ട് ഈസ് വയ്ക്കും, ആകുന്നു. എന്താണെന്ന് വിശദീകരിക്കുന്നത്? ഒരു പൂവ്, അതൊരു ഏറ്റവും ചെറിയ നൗൺ ഫ്രേസ് അല്ലെ? ഒരു പൂവ്. അപ്പൊ എ ഫ്ലവർ. അപ്പൊ ലോട്ടസ് ഈസ് എ ഫ്ലവർ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ വാക്യം ശരിയായി, ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ശരിയായി. നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ വാചകങ്ങൾ തൊട്ട് കോംപ്ലിക്കേറ്റഡ് ആയ സെന്റൻസ് വരെ എങ്ങനെ എഴുതുന്നു നോക്കാം. നോക്കുക, നമ്മൾ നേരത്തെ കണ്ട ഈ സാധനം എങ്ങനെയൊക്കെ വിശദീകരിക്കാമെന്ന്, ഇതിനെ എന്താണെന്ന് എങ്ങനെ വിശദീകരിക്കാമെന്ന് നോക്കാം. അത് കുറേ വാചകങ്ങൾ ചെറുത് തൊട്ട് വലുത് വരെ നമുക്ക് എഴുതി നോക്കാം. ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഈ സാധനം കുരുവാകുന്നു എന്ന് പറയാം, ഏറ്റവും ചെറുതായിട്ട്. ഈ സാധനത്തെ എങ്ങനെ വിശദീകരിക്കാം? കുരു എന്ന് വിശദീകരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സാധനം കുരു ആകുന്നു. അപ്പൊ അതിന് 3 പാട്ടുണ്ട്. ഈ സാധനത്തെ കുറിച്ചാണ് പറയുന്നത്, വിശദീകരണം ആകുന്നു എന്നാണ് പറയുന്നത്. എന്താണ് വിശദീകരണം? കുരു. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? ഈ സാധനം പിന്നെ എന്ത് എഴുതുക? ബിയുടെ ഫോം എഴുതുക, ആകുന്നു. പിന്നെയാണ് വിശദീകരണം എഴുതേണ്ടത്. അപ്പൊ ഇംഗ്ലീഷിൽ എങ്ങനെ വരിക? ദിസ് തിങ്, അടുത്തെന്ത് വരും? ആകുന്നു എന്ന് ട്രാൻസ്ലേഷൻ വരും അല്ലെ? ഈസ് നട്ട്. അതുപോലെ ബാക്കിയുള്ള നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ സാധനം ഒരു കുരുവാന്ന് പറയുമ്പോൾ എന്താണ്? ബാക്കിയൊന്നും വ്യത്യാസമില്ല. ഈ വിഷയം ഈ ദിസ് തിങ് തന്നെയാണ്, ആകുന്നതിന് വ്യത്യാസമില്ല. പിന്നെ ഇവിടെ വിശദീകരണം ഒരു കുരു, നൗൺ ഫ്രേസായി, ഒരു വിശേഷണമുള്ള നൗൺ ഫ്രേസ്. അപ്പൊ എന്താ വരിക? ഇവിടെ മാത്രം മാറ്റം വരുള്ളൂ. നട്ട് എന്നുള്ളത് എന്ത് വരും? ദിസ് തിങ് ഈസ് ഒരു കുരു അല്ല? എന്ത് ഇംഗ്ലീഷ് എന്താ? എ നട്ട്. എ നട്ട് എന്ന് പോകും. എ നട്ട്. അടുത്തത്, ഈ സാധനം ഒരു മൂത്ത കുരു ആകുന്നു. ബാക്കി 2 ഭാഗത്തും വ്യത്യാസമില്ല. വിഷയം ഈ സാധനം തന്നെയാണ്, സബ്ജക്റ്റ് അപ്പൊ ദിസ് തിങ് തന്നെയാണ്, ആകുന്നതിന് മാറ്റമില്ല.
അപ്പൊ ഒരു മൂത്ത കുരു രണ്ട് വിശേഷണമുള്ള നൗൺ, അതായത് ഒരു കുറച്ചുകൂടി വലിയ നൗൺ ഫ്രേസ് ഈസ് എ. അപ്പൊ എങ്ങനെ എഴുതും? ഇത്രയും ദ തിങ് ഈസ് എ മെയ്ച്വർ നട്ട്, മൂത്ത കുരു മെയ്ച്വർ നട്ട് എന്നാവും. അപ്പൊ നമ്മൾ ഒന്നുകൂടി ഇതായി. അടുത്ത നോക്കുക, ഈ സാധനം അവക്കാഡോയുടെ ഒരു മൂത്ത കുരുയാകുന്നു. അവക്കാഡോയുടെ ഒരു മൂത്ത കുരു. അപ്പൊ അവക്കാഡോയുടെ മൂത്ത കുരു എന്ന് എഴുതിയാൽ മതി. എങ്ങനെ എഴുതണ്ട? അപ്പൊ ബാക്കി ഭാഗത്തിന് വിഷയത്തിന് മാറ്റില്ല. അപ്പൊ ദിസ് തിങ് തന്നെയാണ്, വെർബ് ഇത് തന്നെയാണ്. അവക്കാഡോയുടെ മൂത്ത കുരു എങ്ങനെ എഴുതുക? അപ്പോ കുരുവിന് രണ്ട് വിശേഷണം ഒറ്റ വാക്കായിട്ടുള്ളത്. എ മെയ്ച്വർ, എ എന്നുള്ളതും മെയ്ച്വർ എന്നുള്ളതും. അവക്കാഡോയുടെ എന്നുള്ളത് എങ്ങനെ എഴുതുക? ഓഫ് അവക്കാഡോ. അപ്പൊ നമുക്ക് പഠിച്ചിട്ടുണ്ട് അതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ വരിക? അവക്കാഡോയുടെ ഒരു മൂത്ത കുരു എന്ന് പറയുമ്പോൾ ഇത് കുരു എന്ന നട്ടിന്റെ ബാക്കിലും ബാക്കിക്ക് നട്ടിന് മുമ്പിലാണെന്ന് നമുക്കറിയാം. അതിന്റെ നൗൺ ഏതാണ്? കുരുവാണ്. ഇതിന്റെ മുമ്പിൽ ഈ രണ്ട് വിശേഷണങ്ങൾ മുമ്പിലും, ഇത് പ്രിപ്പോഷൻ ചേർന്നാൽ ബാക്കിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. എങ്ങനെ വരിക? അപ്പൊ ഈസ് എ മെയ്ച്വർ നട്ട് ഓഫ് അവക്കാഡോ. ദിസ് തിങ് ഈസ് എ മെയ്ച്വർ നട്ട് ഓഫ് അവക്കാഡോ. അങ്ങനെ വരിക നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പൊ അങ്ങനെ എഴുതണം. കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് നോക്കാം. അതൊന്ന് വിശകലനം ചെയ്തിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് ഞാൻ എഴുതി തരാം. അതിൽ ഈ സാധനം വിഷയം ഇത് തന്നെയാണ്. വെർബ് ആകുന്നതാണ്, വിശദീകരണം മാത്രമാണല്ലോ. ഇറക്കുമതി ചെയ്യപ്പെട്ട അവക്കാഡോയുടെ ഒരു കുരു. ഇറക്കുമതി ചെയ്യപ്പെട്ട അവക്കാഡോയുടെ ഒരു കുരു. അപ്പൊ അതിൽ ഒന്ന് വിശകലനം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ബോർഡിൽ എഴുതിയിടാം. അപ്പൊ തന്നെ ഇതില് എന്താണ് വിശദീകരിക്കുന്നത്? ഒരു മൂത്ത കുരു, അതായത് ഇന്ത്യയാണ് ഇറക്കുമതി ചെയ്യപ്പെട്ട അവക്കാഡോയുടെയാണ് അല്ലേ? അപ്പൊ അതിനകത്തേക്കുണ്ട്. അപ്പൊ ഈ ഒറ്റവാക്കായിട്ടുള്ളത് ഒരു ഒറ്റവാക്കായിട്ടുള്ള വിശേഷനാണ് മൂത്ത കുരു എന്നുള്ളത്. മൂത്ത എന്നുള്ള ഒറ്റവാക്കാണ്. ഇതിലെ നൗൺ ഇതാണ് നൗൺ അല്ലേ? അപ്പൊ എങ്ങനെയാ വരിക വെച്ചാല് നൗണിന്റെ വിശേഷണങ്ങൾ നൗൺ സെൻട്രൽ ചെയ്ത് കുരു, നട്ട്. അപ്പൊ നട്ടിന്റെ മുമ്പിൽ ഏതൊക്കെയാ വരിക? ഒരു ഇതും മൂത്താന്നുള്ളതും. എ നട്ട്, എയും നട്ട് ഒറ്റ വാക്കാണ് അല്ലേ? പിന്നെന്താണ്? ഇറക്കുമതി ചെയ്യപ്പെട്ട അവക്കാഡോ. ഇറക്കുമതി ചെയ്യപ്പെട്ട ഇമ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യപ്പെട്ട, അത് ഇതിന്റെ അവക്കാഡോന്റെ വിശേഷണമാണ് അല്ലേ? ഇറക്കുമതി ചെയ്യപ്പെട്ട എന്ന് പറഞ്ഞാല് ഇമ്പോർട്ടഡ്, അത് പാസ്റ്റ് പാർട്ടിസിപ്പിള് എജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ വരാൻ ഞാൻ കുറെ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ വേണം. അപ്പൊ ഇമ്പോർട്ടഡ് അവക്കാഡോ എന്ന് വെച്ചാൽ ഇമ്പോർട്ടഡ് അവക്കാഡോ, ഇറക്കുമതി ചെയ്യപ്പെട്ട അവക്കാഡോ എന്നായി. അതിന്റെ കൂടെ ഓഫ് ചേർത്താൽ ഇറക്കുമതി ചെയ്യപ്പെട്ട അവക്കാഡോയുടെ എന്നായി. അപ്പൊ എങ്ങനെ വരിക? ഓഫ് ഇമ്പോർട്ടഡ് അവക്കാഡോ, ഓഫ് ഇമ്പോർട്ടഡ് അവക്കാഡോ. അതപ്പോ ഇതിന്റെ ബാക്കിൽ വരും. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? ഓഫ് ഇമ്പോർട്ടഡ് അവക്കാഡോ. എ മെയ്ച്വർ നട്ട്. ഇത് നൗൺ, നട്ടാണ് നൗൺ. ഇതില് നട്ടാണ് നൗൺ, ഇത് നൗൺ അല്ലേ? രണ്ട് ഫ്രണ്ടിലും വിശേഷണമുണ്ട്, ബാക്കിലും വിശേഷണം മാത്രം. നമ്മളൊക്കെ അത് പഠിച്ചിട്ടുണ്ട്. എ മെയ്ച്വർ നട്ട് ഓഫ് ഇമ്പോർട്ടഡ് അവക്കാഡോ, ഇമ്പോർട്ട് ചെയ്യപ്പെട്ട അവക്കാഡോവിന്റെ ഒരു മെയ്ച്വർ നട്ട്. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഇംഗ്ലീഷ് വരിക? ദിസ് തിങ് ഈസ് ആകുന്നു. പിന്നെ വിശദീകരണം, എ മെയ്ച്വർ നട്ടാണ് ഓഫ് എന്തിന്റെ? ഇമ്പോർട്ടഡ് അവക്കാഡോ. അപ്പൊ ക്ലിയർ ആയി.
മനസ്സിലായ? കുറച്ചും കൂടി എടുക്കാമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ വീഡിയോയുടെ നീളം അല്പം കൂടിപ്പോയി. അതുകൊണ്ട് ഇനി ബാക്കി ഭാഗം ഇതിൻ്റെ പഠിക്കുന്ന നമുക്ക് അടുത്ത ക്ലാസ്സിലാകാം. നിങ്ങളോട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് അഭ്യർത്ഥന നടത്തിയിരുന്നു. കാരണം ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഞാൻ തന്നെ എഴുതിയ ഒരു പുസ്തകം ആസ്പദമാക്കിയാണ് നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കോപ്പി ചിലർ ആവശ്യപ്പെടുന്ന തുടർന്ന് ഞാനത് പ്രസിദ്ധീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫോൺ നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിലാകെ 10 ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. ഒരു 100 ഓർഡറിൽ കിട്ടിയാലാണ് നമുക്കത് പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം വരുള്ളൂ. കാരണം അല്ലെങ്കിൽ ഹെവി ലോസ് വരും. മാത്രമല്ല പുസ്തകം വില കുറച്ച് ഇറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനൊരു മൊബൈൽ നമ്പറും ഒരു അഡ്രസ്സും തരും. നിങ്ങൾ അതിലേക്കൊന്ന് വാട്സപ്പിൽ അഭ്യർത്ഥിക്കുന്നു. പിന്നെ 45ാമത്തെ ക്ലാസ്സിലെ അഭ്യാസങ്ങൾ ഉത്തരങ്ങൾ ഞാൻ അവസാനം കൊടുത്തിട്ടുണ്ട്. അത് മുഴുവൻ കൊടുത്തിട്ടില്ല, ഒരു പകുതികളധികം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളത് നോക്കി നിങ്ങളെ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക. ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം ചെയ്ത് പഠിക്കണം, എന്നാലാണ് നിങ്ങൾക്കത് കിട്ടുകയുള്ളൂ. എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.